കടലിടുക്ക് വാണിജ്യ കപ്പലുകൾക്കായി തുറന്നുകൊടുത്തെന്ന് ഇറാൻ. എന്നാൽ അമേരിക്കൻ ഉപരോധം തുടർന്നാൽ പാത വീണ്ടും അടയ്ക്കുമെന്ന മുന്നറിയിപ്പ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വ്യാപാര പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്ക് വാണിജ്യ കപ്പലുകൾക്കായി പൂർണ്ണമായും തുറന്നുകൊടുത്തതായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി വ്യക്തമാക്കി. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾക്ക് വൈകാതെ അവസാനമുണ്ടാകുമെന്ന പ്രതീക്ഷ നൽകുന്ന ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ ആഗോള വിപണിയിൽ എണ്ണവില ബാരലിന് $90 താഴേക്ക് കൂപ്പുകുത്തി. എന്നാൽ അമേരിക്കയുടെ ഉപരോധം തുടർന്നാൽ ഹോർമുസ് കടലിടുക്ക് തുറന്നിരിക്കില്ലെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗർ കാലിബാഫ് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി. അതേസമയം ഇറാനുമായുള്ള ഇടപാടുകൾ 100% പൂർത്തിയാകുന്നതുവരെ ഇറാനിയൻ തുറമുഖങ്ങൾക്കും കപ്പലുകൾക്കുമുള്ള അമേരിക്കൻ നാവിക ഉപരോധം ശക്തമായി തന്നെ തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. കടലിടുക്ക് ഇനി ഒരിക്കലും അടയ്ക്കില്ലെന്ന് ഇറാൻ സമ്മതിച്ചതായും ഇത് ലോകത്തിന് തന്നെ മികച്ച ദിവസമാണെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇറാന്റെ പുതിയ പ്രഖ്യാപനം വന്നെങ്കിലും നിലവിലെ അനിശ്ചിതാവസ്ഥ കാരണം വാണിജ്യ കപ്പലുകൾ ഉടൻ ഈ പാതയിലൂടെ യാത്ര ചെയ്യാൻ സാധ്യത കുറവാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ നാവികസേനയുടെ അനുമതിയോടെ നിർദ്ദിഷ്ട പാതയിലൂടെ മാത്രമേ കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ കഴിയൂ എന്ന് ഇറാനിയൻ സൈനിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതിനിടെ ഇറാന്റെ നീക്കം സ്വാഗതം ചെയ്ത ലോകരാജ്യങ്ങൾ ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും നേതൃത്വത്തിൽ പാരീസിൽ 40 രാജ്യങ്ങളുടെ യോഗം ചേർന്നു. കടലിടുക്ക് വഴിയുള്ള സുരക്ഷിത യാത്രയും സഞ്ചാര സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്താൻ ഐക്യരാഷ്ട്രസഭയുടെ ഷിപ്പിംഗ് ഏജൻസിയായ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനും പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.